തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെ, അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവൻ്റെ കയ്യിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് രാജാവിൻ്റെ കോൺഫിഡൻസ് തൻ്റെ കഴിഞ്ഞകാല എക്സ്പീരിയൻസിൽ സിംഹത്തെയും കരടിയെയും അടിച്ചു വന്നിട്ടുണ്ട്. ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കാരണം തൻ്റെ ആടുകളെ കറക്റ്റായിട്ട് മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഈ വലിയ വീരനായ ഇവനും എനിക്ക് എൻ്റെ മുന്നിൽ അത്രേ ഉള്ളൂ, ലോകത്തിന് മുന്നിലും വലിയ പുള്ളിയൊക്കെയാണ്. ദൈവമുള്ളവൻ ആ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകും. ദൈവമില്ലെങ്കിൽ അത് ലഭിക്കുകയില്ല കേട്ടോ. നീ ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവത്തിൻ്റെ ആ ഡേവിഡ് ഈസ് ദാറ്റ് ഹി ഹാഡ് എ ഹാർട്ട് ആഫ്റ്റർ ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറിയ മനുഷ്യൻ ദാവീദ് രാജാവ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറിയ മനുഷ്യർ അധികം പേരില്ല. ദാവീദ്, ദാനിയേൽ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന ആളുകൾ. ഗാഡ് ഗിവൻ ഡിസയേഴ്സ്, കിൽ ദ ഇസ്രായേലി സോൾജേഴ്സ്, റൺ അവേ ആൻഡ് ഹൈഡ് ഇൻ ഫിയർ. അപ്പം ഇസ്രായേലി വലിയ വിദഗ്ധന്മാർ, ഇസ്രായേൽ പട്ടാളം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള പട്ടാളം. അന്നത്തെ ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം ഈ ഫെലിസ്ത്യൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഇവിടെ ദർ വിൽ ബി എ ബോൾഡ്നെസ്, എ കോൺഫിഡൻസ് ടു ഡു വാട്ട് യു നോ ഗോഡ് പുട്ട് ഇൻ യുവർ ഹാർട്ട്. ദൈവം നിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ച് നീ മുൻപോട്ട് പോയിക്കോണം. നീ ഏത് കാര്യം ദൈവമാണ് നിനക്ക് ഹൃദയത്തിൽ തന്നിരിക്കുന്നെങ്കിൽ നിൻ്റെ മുൻപിലുള്ള കാര്യങ്ങൾ, ശത്രു മാത്രമല്ല, നമ്മളൊരു കാര്യം ആരംഭിക്കുമ്പോൾ, ഏതെങ്കിലും കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അത് പിശാച് അതിനെ തകർക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് തരും. അതിന് മുൻപിൽ ഞാനത് ചെയ്ത് തീർക്കും, അത് ചെയ്ത് അതിനെ അനുഗ്രഹമാക്കി തീർക്കും. ആ ഒരു വലിയ ബോൾഡ് തീരുമാനം ഉണ്ടായിരിക്കണം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിരിക്കണം. നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയല്ല, അത് വേണം. എന്നാൽ അതിലുപരിയായി ഒരു സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി നീ ഒരു ഫെലിസ്ത്യൻ തകർന്നാൽ ഇസ്രായേൽ രക്ഷപ്പെടുമെന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഈ ദൈവീയ ശക്തി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടുള്ള ചാനൽ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എല്ലാ ദൈവരാജ്യ പ്രഘോഷകരുടെ പേരിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. യേശു, ഈ വചനത്താൽ നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ സംരംഭങ്ങളിലും ദൈവത്തിൻ്റെ ശക്തിയോടെ നിൻ്റെ മക്കൾ നിറയപ്പെടട്ടെ. യേശുവെ നന്ദി, യേശു സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.